ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതിയുടെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ഭൂരഹിതരുടെ ധർണ സംഘടിപ്പിച്ചു. താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമി ഭൂരഹിതർക്ക് ഉടൻ വിതരണം ചെയ്യുക, സർക്കാർ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയ ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക, ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്ത് മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി അടിയന്തരമായി നൽകാൻ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി. AS ഹംസ, PG ജയദീപ, SAA ആസാദ്, വൈശാഖ് നാരായണസ്വാമി, TV സണ്ണി, CA ശങ്കരൻകുട്ടി, KR കൃഷ്ണൻകുട്ടി, ബിജു ഇസ്മായിൽ, K ഗോപാലകൃഷ്ണൻ, ശശിമംഗലം, ഗിരീഷ് എങ്കക്കാട്, ജയപ്രകാശ് AP, പ്രകാശൻ കുന്നൂർ, ബാബു കണ്ണനായ്ക്കൽ, CR രാധാകൃഷ്ണൻ, ജോയൽ മഞ്ഞില, ഉമ്മർ ചെറുവായിൽ, കൗൺസിലർമാരായ രമണി പ്രേമദാസൻ, അംബിക ബാബു, റിനി സണ്ണി, ലില്ലി ഫ്രാൻസിസ്, സതീദേവി, അഷ്റഫ് PA, ബിജു ഇഗ്നേഷ്യസ്, ഷാനവാസ് MH, സിദ്ദിഖ് KH, KA രാജീവ്, MN ലതീന്ദ്രൻ, അനിൽ കുന്നൂർ, ജയ്മോൻ MJ, ശശികുമാർ മാസ്റ്റർ, AH സുലൈമാൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ഇടപെടണം എന്നുള്ള രീതിയിൽ പ്രമേയം ഐക്യകണ്ഠേന പാസായി. പക്ഷെ ഇതുവരെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ സാമ്പത്തികമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി വരുന്ന ഈ ഭൂമി പഴയ ഇടതുപക്ഷ സഹയാത്രികൻ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാന്റെ കുടുംബം, ആ കുടുംബത്തിന്റെ വകയായ ഭൂമി അവർക്ക് സമ്മാനിക്കുമ്പോൾ കിട്ടുന്ന സാമ്പത്തിക ലാഭമാണ് നോക്കുന്നത്. അതുപോലെ നമുക്കറിയാം, കിരാലൂർ വില്ലേജിൽ 50 ഏക്കർ ഭൂമി അത് പഴയ അബ്കാരി ചന്ദ്രശേഖരന്റെയാണ്, കുടുംബത്തിന്റെയാണ്. അവരുടെ മറ്റു ബന്ധുക്കളെ നോക്കിയാൽ ബിജു രമേശ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ കുടുംബത്തിലെ ആളുകൾ. അവർക്ക് ആ ഭൂമിയുടെ ഒരു അവകാശം ഒരിക്കലും കിട്ടില്ല. പക്ഷേ അത് ഏറ്റെടുത്തപ്പോൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്.